ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കുന്ന ഒരു ബട്ടർഫ്ലൈ ഡിസൈനാണ്. ഇതേ ഡിസൈനിലുള്ള ഒത്തിരി വീഡിയോസ് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടാണ് ഞാൻ ഇതിൽ കളർ ചൂസ് ചെയ്തിരിക്കുന്നത്. വയലറ്റ് ആൻഡ് പിങ്ക് ഷെയ്ഡ് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ത്രെഡ് ഏതൊക്കെയാണെന്ന് കാണിക്കാം. അതിന് മുന്നേ ഇതിൻ്റെ ഡിസൈൻ കൂടി ഒന്ന് കണ്ടോളൂ. ഈ ഡിസൈൻ ആർക്കെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൽ നിന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക. എന്നിട്ട് നിങ്ങൾക്കിത് പ്രിൻറ്റ് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ്. ഈ പിക്ചർ നെറ്റിൽ അവൈലബിൾ ആണ്. ഞാൻ നെറ്റിൽ നിന്ന് കോപ്പി എടുത്ത് പ്രിൻറ്റ് ചെയ്തൊരു പിക്ചറാണ് കേട്ടോ ഇത്. അപ്പോൾ അത് നമ്മുടെ പിക്ചറിൻ്റെ വലിപ്പം അനുസരിച്ച് പല തരത്തിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പ്രിൻ്റ് എടുക്കാം. അപ്പോൾ അതിൻ്റെ വലുതും ചെറുതുമായ ഒത്തിരി പ്രിൻ്റ് ചെയ്യാനിങ്ങനെ എടുത്തു. എന്നിട്ട് നമ്മുടെ സാരിക്ക് ആപ്റ്റായിട്ടുള്ള ഒരു സൈസ് നോക്കിയിട്ട് ചൂസ് ചെയ്തു. ഇവിടെ നിങ്ങൾക്ക് കുറച്ച് ത്രെഡ് കാണാം. അപ്പോൾ അതിൽ നിന്ന് ഞാൻ ഈ സാരിക്ക് ആവശ്യമുള്ള ത്രെഡ് ചൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു മൾട്ടി കളർ ത്രെഡാണ് ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത്. ഒത്തിരി പേര് ഇതിൻ്റെ ഷെയ്ഡ് നമ്പർ ചോദിക്കാറുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാട്ടോ ഈ നമ്പർ കാണിക്കുന്നത്. 1325 ആണ് ഇതിൻ്റെ ഷെയ്ഡ് നമ്പർ. ഈ മൾട്ടി കളർ ത്രെഡിനൊപ്പം ഞാൻ ഇതിൽ നല്ല ഭംഗിയുള്ള വയലറ്റ് കളർ കൂടി യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും കൂടി ആഡ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ ത്രെഡ് യൂസ് ചെയ്തിട്ടും ഈ സെയിം ഡിസൈൻ ചെയ്യാൻ സാധിക്കും. ഈ പിക്ചറിൽ കാണുന്ന പോലെ നമുക്ക് നെറ്റ് കോട്ട സാരിയിൽ എംബ്രോയ്ഡറി ഡിസൈൻ വരയ്ക്കാം. അതിൽ ആദ്യം പിക്ചർ താഴെ വെച്ചിട്ട് പെൻസിൽ കൊണ്ട് വരയ്ക്കുവാണെങ്കിൽ ഈ കാണുന്ന പോലെ നമുക്ക് നല്ല ഭംഗിയിൽ വരച്ചെടുക്കാൻ സാധിക്കും. പിക്ചർ വരച്ചതിന് ശേഷം നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നല്ല കറക്റ്റായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഫ്രെയിം ഫിക്സിങ്. ഫ്രെയിം ഫിക്സ് ചെയ്യുന്ന സമയത്ത് കറക്റ്റായിട്ടത് ഫിക്സ് ചെയ്യുക. നമ്മൾ യൂസ് ചെയ്യുന്ന ക്ലോത്ത് കീറി പോവാതെ വേണം ഫ്രെയിം ഫിക്സ് ചെയ്യാനായിട്ട്. ഫ്രെയിം മാക്സിമം ടൈറ്റായിട്ട് തന്നെ ഫിക്സ് ചെയ്യുക. ഫിക്സ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരുപാട് പ്രസ് ചെയ്ത് വലിക്കാനൊന്നും പാടില്ല. എന്താണെന്ന് വെച്ചാൽ ഇത് കോട്ടൺ ക്ലോത്താണ്. അപ്പോൾ അതിൻ്റെ തുണി കീറി പോകാനായിട്ട് ചാൻസ് ഉണ്ട്. നമ്മൾ ടൈറ്റായിട്ട് പ്രസ് ചെയ്ത് വലിക്കുന്ന സമയത്ത് കീറിപ്പോവും. അപ്പോൾ നമ്മൾ എപ്പോഴും തുണി ഒരു സോഫ്റ്റായിട്ട് വേണം ഹാൻഡിൽ ചെയ്യാനായിട്ട്. ഫ്രെയിം ഫിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിൽ ബട്ടർഫ്ലൈ ആണ് ഞാൻ വരച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ബട്ടർഫ്ലൈയുടെ ബോഡി പാർട്ട് ചെയ്യാം. ബോഡി പാർട്ട് ചെയ്യാനായിട്ട് ഞാൻ ഫ്ലൈ സ്റ്റിച്ചാണ് യൂസ് ചെയ്യുന്നത്. ഫ്ലൈ സ്റ്റിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. അതുപോലെ തന്നെ അതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈസി ആയിട്ട് ഒരു ഏരിയ ഫില്ല് ചെയ്യാനായിട്ട് ഫ്ലൈ സ്റ്റിച്ച് കൊണ്ട് സാധിക്കും. ഇതിൽ കാണുന്ന പോലെ നമുക്ക് നല്ല ഭംഗിയിൽ തിക്കായിട്ട് ഫ്ലൈ സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ ഫ്ലൈ സ്റ്റിച്ച് ചെയ്ത് ഇതിൻ്റെ ബോഡി പാർട്ട് ഫില്ല് ചെയ്തതിന് ശേഷം നമുക്ക് ബാക്കി സ്റ്റിച്ചസ് കൂടി ചെയ്യാം. ബട്ടർഫ്ലൈയുടെ ബോഡി പാർട്ട് ഫ്ലൈ സ്റ്റിച്ചിട്ട് ചെയ്യുവാണ്. പിന്നെ അതോടൊപ്പം തന്നെ നമുക്ക് ഇതിൽ വിങ്സിൻ്റെ പാർട്ട് ചെയ്യാനായിട്ട് ഞാൻ ഫെദർ സ്റ്റിച്ച് യൂസ് ചെയ്യുന്നുണ്ട്. വിങ്സിൻ്റെ സൈഡിൽ വരുന്ന കുറേ സ്ട്രെയിറ്റ് ലൈൻസ് ഉണ്ട്. ചിലതിൽ ചെറിയ ഡിസൈൻസ് വരുന്നുണ്ട്. അതെല്ലാം നമ്മൾ ചെയ്യുന്നത് ഫെദർ സ്റ്റിച്ച് യൂസ് ചെയ്തിട്ടാണ്. അതേപോലെ ഇതിലെ ഫ്ലവേഴ്സ് എല്ലാം ചെയ്യുന്നത് ലേസി ഡേസി സ്റ്റിച്ച് യൂസ് ചെയ്തിട്ടാട്ടോ. ലേസി ഡേസി സ്റ്റിച്ചിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈസി ആയിട്ട് ഒരു ഏരിയ ഫില്ല് ചെയ്യാനായിട്ട് സാധിക്കുന്നു. സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ നല്ല കെയർഫുള്ളായിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട്. എല്ലാ സ്റ്റിച്ചസും ഒരേപോലെ വന്നാലാണ് നമ്മുടെ ഡിസൈൻ കാണാനായിട്ട് ഭംഗിയുണ്ടാവുള്ളൂ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് പ്യുവർ നെറ്റ് കോട്ട സാരിയാണ്. അതിൻ്റെ ഒരു പീച്ച് ഷെയ്ഡാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിൽ വർക്ക് ചെയ്യാനായിട്ട് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് വയലറ്റ് ആൻഡ് ഷെയ്ഡ്സ് ആണ്. വയലറ്റ് ത്രെഡിൻ്റെ ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് നമുക്കിതിന് യൂസ് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളറും നമുക്ക് ഈ വർക്ക് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാം കേട്ടോ. വീഡിയോ ഫുൾ കാണാനായിട്ട് ശ്രദ്ധിക്കുക. എന്നാലേ നിങ്ങൾക്ക് ഇതിൻ്റെ ഓരോ സ്റ്റിച്ചസും മനസ്സിലാവുള്ളൂ. ഇപ്പോൾ നിങ്ങളെ കാണുന്നത് ബാക്ക് സ്റ്റിച്ചാണ്. ബാക്ക് സ്റ്റിച്ച് നമുക്ക് നല്ല ഭംഗിയിൽ വേഗം ഫിനിഷ് ചെയ്യാൻ സാധിക്കും.
ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഉടനെ തന്നെ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം.